ഭൃഗു മഹർഷിയിൽ നിന്നും അഗ്നിദേവൻ ഏറ്റുവാങ്ങിയ ശാപം. ഒരിക്കൽ മഹർഷി ഭൃഗുവിൻ്റെ പത്നിയായ ഖ്യാതി ആശ്രമത്തിൽ തനിച്ചിരിക്കുകയാണ്. ആ സമയം അവൾ ഗർഭിണിയുമായിരുന്നു. പുലോമൻ എന്നൊരു അസുരൻ അവിടെ എത്തുന്നു. അപ്പോൾ മഹർഷി ആ നേരം ആശ്രമത്തിൽ ഇല്ലതാനും. ഖ്യാതി അതിഥിയെ സ്വീകരിച്ചിരുത്തി. അത് മഹർഷിയുടെ നിർദ്ദേശമാണ്. സുന്ദരിയായ അവളെ കണ്ടപ്പോൾ പുലോമന് വല്ലാത്തൊരു മോഹം. ഈ സുന്ദരി ആരാണ്? ഭൃഗുവിൻ്റെ ഭാര്യയാണോ എന്ന് ഹോമകുണ്ടത്തിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിയോട് അയാൾ ചോദിച്ചു. അതെ, അത് അദ്ദേഹത്തിൻ്റെ പത്നി തന്നെയാണ് എന്ന് അഗ്നിദേവനും മറുപടി പറഞ്ഞു. ഈ ഖ്യാതിക്ക് പുലോമ എന്ന പേരുകൂടിയുണ്ട്. തൻ്റെ പേരിനോട് സാദൃശ്യമുള്ളവളും സൗന്ദര്യവതിയുമായ അവളെ സ്വന്തമാക്കുവാനായി പുലോമൻ ഒരുപാട് മുൻപേ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ അവളുടെ പിതാവ് അവളെ ഭൃഗു മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഇതു തന്നെ പറ്റിയ അവസരം എന്ന് കരുതി തൻ്റെ അസുരമായയാൽ ഒരു വരാഹരൂപം ധരിച്ച് അസുരൻ അവളെയും എടുത്തുകൊണ്ടോടി. ആ ഓട്ടത്തിൽ അവളുടെ ഗർഭം ഛിദ്രിക്കുകയും കുട്ടി വഴുതി താഴെ വീഴുകയും ചെയ്തു. പക്ഷേ ആ ബാലൻ്റെ കോപാഗ്നിയിൽ പുലോമൻ ദഹിച്ച് ചാമ്പലായിപ്പോയി. കുഞ്ഞിനെയും എടുത്ത് ഒരു വിധത്തിൽ അവൾ ആശ്രമത്തിലെത്തുമ്പോൾ മഹർഷി വന്നിരുന്നു. നടന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ മഹർഷിക്ക് കലശലായ ദേഷ്യമാണ് വന്നത്. നീ എൻ്റെ ഭാര്യയായ പുലോമയാണെന്ന് ആരാണ് അവനോട് പറഞ്ഞത്? അത് അഗ്നിദേവനാണെന്ന് അവളും പറഞ്ഞു. സർവ്വനിയന്ത്രണങ്ങളും വിട്ട് ഭൃഗു മഹർഷി അഗ്നിദേവനെ ശപിക്കുന്നു. ശുദ്ധാശുദ്ധ വസ്തുക്കളെ ഭേദമില്ലാതെ ഭക്ഷിച്ച് നീ മലിനപ്പെട്ടു പോകട്ടെ. അങ്ങനെ അഗ്നിദേവൻ ശാപഗ്രസ്തനായി തീർന്നു. ഖ്യാതിയുടെ ഗർഭത്തിൽ നിന്നും വഴുതി വീണ കുഞ്ഞാണ് വിഖ്യാതനായ ച്യവന മഹർഷി.